മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിത്തിര പരീക്ഷ എഴുതാൻ റെഡിയായി സ്കൂളിലെത്തുകയാണല്ലോ. നീ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? റാങ്ക് അതിൽ കുറഞ്ഞതൊന്നും നിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്ന് ടീച്ചർ പറയുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ചിത്തിര. അങ്ങനെ എക്സാം തുടങ്ങുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ എഴുതാനുള്ള ഷീറ്റൊക്കെ ടീച്ചർ എടുത്ത് കൊടുക്കുന്നുണ്ട് ചിത്തിരക്ക്. അങ്ങനെ ചിത്തിര പ്രാർത്ഥനയോട് കൂടി പരീക്ഷ എഴുതി തുടങ്ങുകയാണ് കേട്ടോ. ശേഷം പരീക്ഷ എഴുതി പൂർത്തിയാക്കുകയാണ് ചിത്തിര ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ നന്നായിരുന്നു, ഫുൾ മാർക്ക് കിട്ടുമെന്ന് ചിത്തിര പറയുന്നതും സന്തോഷമായി എന്ന് പറയുന്നുണ്ട് ടീച്ചർ. അതിനുശേഷം കാണിക്കുന്നത് മല്ലികാമ്മ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുക ഔട്ട് ഹാളിൽ. അപ്പോൾ അതേ സമയം പ്രതിഭ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ കിടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉറക്കം വരുന്നില്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചിത്തു പരീക്ഷ എഴുതിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഭാരം അവസാനിപ്പിച്ചു. അവൾക്കിതിന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈശ്വര എനിക്കത് ആലോചിക്കാൻ പോലും വയ്യാന്നൊക്കെ മല്ലികാമ്മ പറയുന്നതും പ്രതിഭ പറയുന്നുണ്ട്. നീ ആ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തു. നിൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനെയല്ല സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് പ്രതിഭ മല്ലികാമ്മയോടായിട്ട്. അതിന് നീയല്ലേ എന്നെ സഹായിച്ചത് എന്ന് മല്ലികാമ്മയും പറയുന്നുണ്ട്. നീ ആ റസിയയെ പിടിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് മല്ലികാമ്മ പറയുമ്പോൾ ഇനി നിനക്കോ നിന്റെ കൂടെ നിൽക്കുന്നവർക്കോ ഒരു സങ്കടവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറേ തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്. അവയിൽ പലതും തിരുത്താൻ പറ്റുന്ന തെറ്റുകളല്ല എന്ന് പ്രതിഭ പറയുന്നതും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. ഇനി ഇവിടുന്ന് എങ്ങനെ അതിനെക്കുറിച്ചാവാൻ ചർച്ച എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. അപ്പോൾ അത് കേട്ട് പ്രതിഭ പറയുന്നുണ്ട്, അല്ല മല്ലികയെ, അങ്ങനെയല്ല. ഞാനായിട്ട് നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ ചിലത് എനിക്ക് തിരിച്ചു തരാൻ പറ്റും. അത് ഞാൻ ചെയ്യുമെന്ന് പ്രതിഭ പറയുന്നതും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, എന്ത് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനൊരു ഓപ്പറേഷന് ഇറങ്ങുന്നുണ്ട്. അത് വിജയിച്ചാൽ വിജയിക്കും. നിനക്കതിനുള്ള അർഹതയുണ്ട്. ഞാൻ നേടിത്തരും. അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയത് ഞാനായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പ്രതിഭ പറയുന്നതും എന്ത് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം നീ പറയുന്നത്? നഷ്ടങ്ങൾ പലതും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനം മനസ്സമാധാനമായിരുന്നു. നിന്റെ ഭീഷണി നിലനിന്നിരുന്ന കാലത്ത് സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അല്ലാതെ മറ്റൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോൾ കിട്ടുന്ന പ്രതിഭ പറയുന്നതും ഇല്ല, ഒന്നും ഇല്ലാന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. ശരി, ഞാനത് കൊണ്ടുവന്ന് നിൻ്റെ കൈവെള്ളയിൽ വെച്ച് തരും. അപ്പോൾ നിനക്ക് ഓർമ്മ വരും. അപ്പോൾ ഓർമ്മ വന്നാൽ മതിയെന്ന് പ്രതിഭയും പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മയോടായിട്ട്. നീ എന്നോട് പറയുന്ന മല്ലികാമ്മ പറയുമ്പോൾ പറയാം, ആദ്യം അത് കിട്ടുമെന്ന ഉറപ്പ് വരട്ടെ, എങ്കിൽ നിന്നോട് പറയാമെന്ന് പ്രതിഭ പറയുന്നതും അത്ര പാടാണോ അത് കിട്ടാനെന്ന് മല്ലികാമ്മ തിരിച്ചു ചോദിക്കുമ്പോൾ പാടാണോ എന്ന് ചോദിച്ചാൽ പാടാണ്, പക്ഷെ ഞാനത് നേടും, എന്നിട്ട് ഞാനത് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ. ശരി, നിൻ്റെ ഇഷ്ടം പോലെ എന്ന് മല്ലികാമ്മയും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ പ്രതിഭാമ്മ കാണാൻ വന്നിട്ടുണ്ട് എന്ന് PA വന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കുമ്പോൾ വരാൻ പറയുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി. പ്രതിഭ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതും ആദ്യം തന്നെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലേ, സുഖമായോ എന്നൊക്കെ മുഖ്യമന്ത്രി പ്രതിഭയോടായിട്ട് ചോദിക്കുമ്പോൾ ഉവ്വ്, മല്ലികയുള്ളത് കൊണ്ട് എല്ലാം ഭേദമായി എന്ന് പ്രതിഭ പറയുന്നതും മല്ലിക പ്രതിഭയുടെ ശത്രു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അത് പണ്ട്, ഇപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പ്രതിഭ പറയുമ്പോൾ അതേതായാലും നന്നായി. അല്ലെങ്കിലും ഈ വഴക്കും പഴിയും കൊണ്ട് ആരെന്ത് നേടാനാ? കുറേ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി. തുടർന്ന് പ്രതിഭ പറയുന്നുണ്ട്, ഞാൻ വന്നത് എനിക്കൊരു സഹായം വേണമായിരുന്നു. സഹായമല്ല, ശരിക്കും ന്യായമായിട്ടുള്ളൊരാവശ്യമാണെന്ന് പ്രതിഭ പറയുന്നതും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി. അപ്പോൾ പ്രതിഭ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പണ്ട് അങ്ങയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നല്ലോ മല്ലിക. ഞാനും നായിക്കും കൂടെ കളിച്ച ഒരു കളിയിൽ പെട്ടിട്ടാണ് പാവം മല്ലികക്ക് മന്ത്രിസ്ഥാനം അന്ന് രാജിവെക്കേണ്ടി വന്നത്. സത്യത്തിൽ ആ കേസിൽ മല്ലിക നിരപരാധിയാണ്. അതുകൊണ്ട് ആ മന്ത്രിസ്ഥാനം മല്ലികക്ക് തിരിച്ചു കൊടുക്കണം. മല്ലികയെ മന്ത്രിയാക്കണം എന്നൊക്കെ പ്രതിഭ ആവശ്യപ്പെടുമ്പോൾ പ്രതിഭ ആള് കൊള്ളാലോ, ഇതെന്താ ചന്തയോ മറ്റോ ആണോ? തോന്നുമ്പോൾ കയറി വന്ന് മന്ത്രിയാകാനും ഇറങ്ങിപ്പോകാനെന്ന് മുഖ്യമന്ത്രി കണ്ണയത്ത് ചോദിക്കുമ്പോൾ വെറുതെ അല്ലല്ലോ, അർഹതയുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിഭ. അപ്പോൾ കണ്ണയത്ത് പറയുന്നുണ്ട്, എന്തർഹത? ആരാ ഈ അർഹതയൊക്കെ നിശ്ചയിക്കുന്നതും ചോദിക്കുന്നതും? ഉടനെ തന്നെ ജനം എന്ന് പറയുന്നുണ്ട് പ്രതിഭ. ഇപ്പോൾ മന്ത്രിസഭയിൽ ഒരു വേക്കൻസിയും ഇല്ല. മന്ത്രിസഭ പുനഃസംഘടനാ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിലുമില്ല. അതുകൊണ്ട് തൽക്കാലം ആ ആഗ്രഹം മറക്കുന്നതാവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണയത്ത് പ്രതിഭയോടായിട്ട്. അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, CM ഞാനിവിടെ പണ്ട് വന്നിരുന്നത് മുഴുവൻ എൻ്റെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല വന്നത്. തികച്ചും ന്യായമെന്ന് എനിക്ക് തോന്നുന്ന ഒരാവശ്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ആവശ്യം ന്യായമായതുകൊണ്ടും മല്ലികക്ക് വേണ്ടിയാണ് അത് ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അത് നടന്നിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കാലത്തിന് വിട്ടുകൊടുക്കാം. രാഷ്ട്രീയം എന്നത് കാലം കൂടെ ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണല്ലോ എന്ന് കണ്ണയത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷം പ്രതിഭ അവിടെ ഒന്നും പോവാണ് കേട്ടോ. അങ്ങനെ പ്രതിഭ പോയതിനു ശേഷം
പി എ അവിടേക്ക് വരുന്നതും മല്ലികയെ മന്ത്രിയാക്കണമെന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം. മന്ത്രിയാക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, തലവേദനയാകുന്നൊക്കെ മുഖ്യമന്ത്രി പി എയോട് പറയുമ്പോൾ സൂക്ഷിക്കണം സർ, ജനപിന്തുണയുള്ള ആളാ അവർ, ഈ ആവശ്യം മുളയിലേ നുള്ളുന്നതാ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ പി എ. അങ്ങനെ പി എ പോയതിനു ശേഷം ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി. പിന്നീട് മുഖ്യമന്ത്രി മല്ലികാമ്മയെ കാണാൻ വേണ്ടി മല്ലികാമ്മയുടെ വീട്ടിലെത്തുകയാണ്. അച്ഛമ്മേ CM വന്നിട്ടുണ്ടെന്ന് ചിത്തിര വന്ന് മല്ലികാമ്മയെ അറിയിക്കുന്നതും മുഖ്യമന്ത്രിയോ ഇങ്ങോട്ടോ? അതേ അച്ഛമ്മേ, അച്ഛമ്മയെ കാണാനാ വന്നതെന്ന് ചിത്തിര പറയുന്നതും കണ്ണയത്ത് മല്ലികാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണയത്തിനെ അവിടെ മുമ്പിൽ കാണുന്നതും ശരിക്കും സർപ്രൈസ് ആവുന്നുണ്ട് കേട്ടോ മല്ലികാമ്മയ്ക്ക്. അപ്പോൾ സാറിന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ, വെറുതെ വന്നതാണോന്നൊക്കെ മല്ലികാമ്മ അങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ വന്നതല്ല, മല്ലിക ഒരാവശ്യവുമായി ഇറങ്ങുമ്പോൾ അതിന് അർഹിക്കുന്ന രീതിയിൽ കാണേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി നേതാവെന്ന നിലയിലും എൻ്റെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണയത്ത്. അപ്പോൾ എനിക്കെന്താവശ്യമെന്ന് മല്ലികാമ്മ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ, എൻ്റെ മല്ലികെ, ഒരു വിധത്തിൽ അഘടക കക്ഷികളെ ഞാൻ കൊണ്ട് നടക്കുന്നത്, ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല, 5 സീറ്റിൻ്റെ ഭൂരിപക്ഷമേ മന്ത്രിസഭയ്ക്കുള്ളൂ, എങ്ങനെയെങ്കിലും കാലാവധി സഹിക്കുക, ഇലക്ഷനിലേക്ക് പോവുക, അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അതിനിടയിൽ വീണ്ടും ഒരു മന്ത്രിസഭാ പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് അത് വേണോ മല്ലികെ? ചിന്തിക്കുന്നൊക്കെ കണ്ണയത്ത് പറയുമ്പോഴും മല്ലികാമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മല്ലികാമ്മ പറയുന്നുണ്ട്, CM എന്തൊക്കെയാണ് ഈ പറയുന്നത്? മന്ത്രിസഭാ പുനഃസംഘടനയോ? അതും ഞാനും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവും? എനിക്ക് പണ്ടേ രാഷ്ട്രീയം ഇഷ്ടമല്ല എന്നുള്ളതും CMന് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ മല്ലിക അറിയാതെയാണോ പ്രതിഭ എന്നെ വന്ന് കണ്ടത്? മല്ലികക്ക് മന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്നാണല്ലോ പ്രതിഭ എന്നോട് വന്ന് പറഞ്ഞത്, അത് മല്ലിക അറിയാതെ വന്നതാണോ എന്നൊക്കെ കണ്ണയത്ത് ചോദിക്കുമ്പോഴാണ് കേട്ടോ മല്ലികാമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. പ്രതിഭ നേടിത്തരാം എന്ന് പറഞ്ഞ കാര്യം ഇതാണെന്നുള്ളത്. ഓ അത് ശരി, അപ്പോൾ അതാണ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. തുടർന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും നേടിത്തരാം എന്ന് പറഞ്ഞു നടക്കുക പ്രതിഭ, അതിൽ ഈ മന്ത്രിസ്ഥാനം പെടുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് മല്ലികാമ്മ പറയുന്നതും അപ്പോൾ അറിയില്ല എന്ന് കണ്ണയത്ത് ചോദിക്കുന്നതും ഇല്ല എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. എങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്, ഉൾപ്പെടുത്താൻ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല, സാമുദായിക വിലാപനം, ഗ്രൂപ്പ് വിലാപനം, പാർട്ടി വിലാപനം, അറിയാലോ രാഷ്ട്രീയത്തിലെ ഒരു ഞാണിമൽ കളി എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കണ്ണയത്ത്. തുടർന്ന് പറയുന്നുണ്ട്, എന്തായാലും കൂട്ടുകാരി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, പണ്ട് നിങ്ങൾ ഒരേ ശത്രുക്കളായിരുന്നില്ലേ, ഇപ്പോൾ വലിയ അടുപ്പമാണല്ലോ, മല്ലിക പറഞ്ഞാൽ പ്രതിഭക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണയത്ത് മല്ലികാമ്മയോടായിട്ട്. ശേഷം കണ്ണയത്ത് അവിടെ നിന്നും പോവാണ്. കണ്ണയത്ത് അവിടെ നിന്ന് പോകുന്നു ചിത്രയും നിരഞ്ജനയും കൂടി വന്നിട്ട് എന്താ അച്ചമ്മയെന്ന് ചോദിക്കുമ്പോൾ, എടി നിന്റെ അച്ചമ്മ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? മന്ത്രിയാകാനോ? എനിക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ മല്ലികാമ്മ പറയുന്നത് കേട്ട് ചിത്രയും നിരഞ്ജനയും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും പ്രതിഭ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. പ്രതിഭ കയറി വരുന്നതും നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അടിമുടി നോക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ പ്രതിഭയെ. എന്നിട്ട് കറക്കമൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞോ എന്ന് പറയുന്നുണ്ട് പ്രതിഭ. എനിക്കെന്തോ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലോ, അത് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി പറയുന്നതും കിട്ടുമെന്ന് മല്ലികാമ്മ തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതിഭ പറയുന്നതും ഉടനെ തന്നെ കിട്ടില്ല, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അതെ, ആ CM ഇവിടെ വന്നിരുന്നു, മന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് മല്ലികാമ്മ പറയുന്നതും എന്ന് നിന്നോട് ആര് പറയാൻ പറഞ്ഞു എന്ന് പ്രതിഭ തിരിച്ചു ചോദിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ, മന്ത്രി പദവി എനിക്ക് ആവശ്യമില്ല എന്ന് മല്ലികാമ്മ പറയുന്നതും നിനക്ക് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ, പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് നിന്നെ വേണമെങ്കിലോ, എനിക്ക് നിന്നെ വേണമെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതിഭ. അപ്പോൾ മല്ലികാമ്മ പറയുന്നുണ്ട്, പ്രതിഭ ദൈവത്തെ ഓർത്ത് എനിക്ക് പറയാനുള്ളതും കൂടെ നീ കേൾക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പ്രതിഭ പറയുന്നതും CMന് താല്പര്യമില്ല എന്നെ മന്ത്രിയാക്കാൻ എന്ന് മല്ലികാമ്മ പറയുമ്പോൾ അയാൾക്ക് താല്പര്യമുണ്ടാവില്ല, നീ മന്ത്രിയായാൽ അയാൾക്കും അയാളുടെ ആളുകൾക്കും അഴിമതി നടത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ എതിർക്കും, ആ എതിർപ്പ് ഞാൻ വകവെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ. നീ വകവെക്കുന്നില്ലെന്നല്ല, എനിക്ക് വേണ്ടാന്ന് മല്ലികാമ്മ വീണ്ടും പറയുമ്പോൾ ഒരിക്കൽ മന്ത്രിയായവളാ നീ, പിന്നെ അത് രാജിവെച്ചവളാ, ഒരാദർശത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച നിന്റെ കൂടെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഉണ്ട് മല്ലികെ. തുടർന്ന് പറയുന്നുണ്ട്, ദേ ഈ നിൽക്കുന്ന ചിത്തിര IAS-കാരിയായി വരുമ്പോൾ നീ ഈ നാട്ടിലെ മന്ത്രിയായിരിക്കണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട് പ്രതിഭ. എൻ്റെ പ്രതിഭ, വീണ്ടും ഒരു രാഷ്ട്രീയ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മല്ലികാമ്മ തിരിച്ചു പറയുന്നതും നീ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ബാക്കി എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്, ദേ വേണമെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്, ഇവർ പറയും ഇവരുടെ ആഗ്രഹം എന്താണെന്ന് നിരഞ്ജനയെയും ചിത്രയെയും ഉദ്ദേശിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ മന്ത്രിയാകണമെന്നാ ഞങ്ങൾക്കും നിരഞ്ജനയും, അതേ അച്ചമ്മ മന്ത്രിയായ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുന്നൊക്കെ ചിത്തിരയും
വന്നു കയറിയ ഭാഗ്യം വേണ്ടെന്ന് പറയല്ലേ ചേച്ചിന്ന് ശ്രീജിയും പ്രതിഭയെ അനുകൂലിച്ചു കൊണ്ട് പറയുമ്പോൾ അതിന് വന്ന് കയറിയില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് എന്നെ മന്ത്രിയാക്കാൻ താല്പര്യമില്ല, പിന്നെ ഞാൻ എങ്ങനെ മന്ത്രിയാകുന്നൊക്കെ മല്ലികാമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, ഇതൊന്നും നീ അറിയണ്ട, ഇതൊക്കെ എനിക്ക് വിട്ടേക്ക്, എനിക്കറിയാം എന്ത് വേണമെന്ന്. നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ, അല്ലാത്ത ഒരു കളിക്കും ഈ പ്രതിഭ തോറ്റിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതിഭ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. എനിക്ക് വേണ്ട, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മന്ത്രിയാകില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും പ്രതിഭ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് ഇത് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കാണ്ട് മല്ലികാമ്മ. അപ്പോൾ അതേസമയം ചിത്തിരിയും നിരഞ്ജനിയും മല്ലികാമ്മയുടെ ഇടവും വലവും നിന്ന്, ഒന്ന് സമ്മതിക്കച്ചമ്മേ, മന്ത്രിയാകുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചിത്തിരി ചോദിക്കുമ്പോൾ എനിക്ക് ആ ബഹളം തിരക്കൊന്നും ഇഷ്ടമല്ല ചിത്തു എന്ന് മല്ലികാമ്മ പറയുന്നതും. അച്ചമ്മേ, +2 കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കുമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും. അപ്പം അച്ചമ്മ അവിടെ തനിച്ചായി പോകും. ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു തിരക്ക് നല്ലതല്ലേ അച്ചമ്മേ എന്നൊക്കെ ചിത്തിര ചോദിക്കുമ്പോൾ നിനക്കറിയാലോ എൻ്റെ മനസ്സ്, ഞാൻ ഈ കൊള്ളരുതായ്മയ്ക്കൊന്നും കൂട്ടു നിൽക്കില്ല. സ്വാഭാവികമായും ഞാൻ അന്നേരം കടുത്ത നടപടികൾ എടുക്കും. അതോടുകൂടി പലരും എൻ്റെ ശത്രുക്കളായി മാറുന്നൊക്കെ പറയുന്നുണ്ട് മല്ലികാമ്മ. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ശത്രുവായി മാറിക്കോട്ടെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പലർക്കും എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരും, അതിൽ അഭിമാനിക്കല്ലേ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇത് മാത്രമല്ല എൻ്റെ പ്രശ്നം, ഇനിയുള്ള എൻ്റെ സ്വപ്നം ഇവളുടെ ഭാവിയാണ്, ഇവൾ IAS എടുക്കണം, അതാ എൻ്റെ ലക്ഷ്യം എന്ന് മല്ലികാമ്മ പറയുന്നതും അതിന് അച്ചമ്മയുടെ മന്ത്രിസ്ഥാനം എങ്ങനെ തടസ്സാവുന്നതും ചോദിക്കുന്നുണ്ട് ചിത്തിര. അപ്പോൾ മല്ലികാമ്മ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ നിൻ്റെയും ശത്രുക്കളാവില്ലേ, ഇതെന്തിനാണ് വെറുതെ നമ്മളായിട്ട് നമ്മുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്നത്? പ്രതിഭയായിട്ടുള്ള യുദ്ധം ഒരുവിധം അവസാനിച്ചിട്ടേ ഉള്ളൂ, പുതിയ ആളുകളുമായിട്ട് പടവെട്ടാൻ എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് മല്ലികാമ്മ. അത് ശരിയാ അച്ചമ്മേ, പ്രശ്നങ്ങൾ എപ്പോഴായാലും ഉണ്ടാകും, മന്ത്രിയായാലും ഉണ്ടാകും, ആയില്ലെങ്കിലും ഉണ്ടാകും. റസിയ ബീഗം പുറത്ത് തന്നെ ഉണ്ടെന്ന് ഓർക്കണമെന്ന് ചിത്തിരയും. അവരെ മെരുക്കാൻ മന്ത്രിസ്ഥാനം നല്ലതാ, പോലീസിന് മന്ത്രിയുടെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ടി വരുന്നൊക്കെ നിരഞ്ജനിയും പറയുന്നുണ്ട്. തന്നെയുമല്ല, എത്ര സാധുക്കൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും? എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ IAS എടുത്തു വരുമ്പോൾ അച്ചമ്മ ഇവിടുത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരിക്കണമെന്ന എൻ്റെ ആദ്യത്തെ സല്യൂട്ട് അച്ചമ്മക്കുള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട് ചിത്തിര. അത് ഉഗ്രന, പത്രത്തിലൊക്കെ വലിയ വാർത്ത വരും, മന്ത്രി മുത്തശ്ശിക്ക് കൊച്ചുമോളുടെ സല്യൂട്ട് എന്നൊക്കെ നിരഞ്ജനിയും പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖമൊക്കെയുണ്ട്. പക്ഷേ എന്ന് മല്ലികാമ്മ പറയുന്നതും ഒരു പക്ഷേയുമില്ല, അച്ചമ്മ സമ്മതിക്കുന്നു. പിന്നെ ഇവളുടെ അച്ചമ്മയും ഉണ്ടല്ലോ, ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇവളുടെ അച്ചമ്മയും കൈകാര്യം ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ ഞാൻ സമ്മതം മൂളണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആവശ്യം. ശരി, ഇനിയിപ്പോൾ ഞാൻ സമ്മതം മൂളാത്തത് കൊണ്ട് ഈ നാടിനൊന്നും സംഭവിക്കണ്ട. പക്ഷേ ഒന്നോർത്തോണം, അത്ര എളുപ്പമൊന്നുമല്ല മന്ത്രിയാകാൻ, അതിനൊരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ അതൊക്കെ എൻ്റെ അച്ചമ്മ നോക്കിക്കോളും, അത് അച്ചമ്മയ്ക്ക് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അതിനുശേഷം പാർട്ടി MLA മാരുമായിട്ട് പ്രതിഭ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, വെറും 5 MLA മാരുടെ ഭൂരിപക്ഷത്തിലാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. മല്ലികയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങൾ പിന്തുണ പിൻവലിച്ചാൽ അപ്പോൾ ഈ സർക്കാർ താഴെ വീഴും. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നറിയാനാണ് ഞാൻ ഈ യോഗം വിളിച്ചതെന്നൊക്കെ പ്രതിഭ അവരോടായിട്ട് പറയുമ്പോൾ പല നിലക്കും മല്ലികാമ്മയോടും പ്രതിഭാമ്മയോടും കടപ്പാടുള്ളവരാണ് ഈ ഇരിക്കുന്ന MLA മാരിൽ അധികവും. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതിനോട് ഞങ്ങൾ യോജിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അത് കേട്ട് സന്തോഷമാവുന്നുണ്ട് പ്രതിഭക്ക്. തുടർന്ന് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയോട് നമ്മൾ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, മല്ലികയെ മന്ത്രിയാക്കുക. അതിന് മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ തീരുമാനത്തിൽ അദ്ദേഹത്തെ എത്തിക്കണം. അതിനാവശ്യം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. ഈ സർക്കാരിനെ തന്നെ അട്ടിമറിക്കേണ്ടി വന്നേക്കാം. ഞാനും മല്ലികയും എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെയും ഒപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നൊക്കെ പ്രതിഭ പറയുമ്പോൾ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ. ഇവിടെ കൂടിയിരിക്കുന്ന MLA മാർ ഒപ്പിട്ട ഒരു സമ്മതപത്രം ഞങ്ങൾ പ്രതിഭാമ്മയ്ക്ക് തരുന്നുണ്ട്. അത് പ്രകാരം എന്ത് തീരുമാനം എടുക്കാനും അധികാരം പ്രതിഭാമ്മയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ണയത്തിൻ്റെ പോക്ക് അല്ലെങ്കിലും ശരിയല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്നിനും പരിഗണിക്കുന്നില്ല. ആ സ്ഥിതി മാറണമെങ്കിൽ മല്ലികാമ്മയെ പോലെ ശക്തിയായ ഒരു മന്ത്രി വരേണ്ടത് അത്യാവശ്യമാണ്. മല്ലികാമ്മ മന്ത്രിയാകണം, അതിപ്പോൾ ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. ആ ആവശ്യം നടക്കാൻ വേണ്ടി ഏത് കടുത്ത തീരുമാനം എടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ഓരോരുത്തരായിട്ട് മാറി മാറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ പ്രതിഭക്ക്. പിന്നീട് പ്രതിഭ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇത്തവണ ഞാൻ വന്നത് അപേക്ഷിക്കാൻ വേണ്ടിയല്ല, ചില വസ്തുതകൾ ബോധിപ്പിക്കാനാണ്. MLA മാരുടെ യോഗം ഞാൻ വിളിച്ചു കൂട്ടിയിരുന്നു. അവരൊറ്റക്കെട്ടായി മല്ലികയ്ക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യും. അവരും ചില ഘടകകക്ഷികളും. പിന്നെ പുറത്തു നിന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും. ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ടി വരുന്നൊക്കെ പ്രതിഭ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിയിരുന്നു, അത് പണ്ട്. ഇപ്പോൾ ഞാനതിന് തയ്യാറല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ പഴയ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും മല്ലിക മന്ത്രിയാകില്ല, ഞാൻ അതിന് തയ്യാറാവില്ല എന്നൊക്കെ കണ്ണയത്ത് തീർത്ത് പറയുന്നതും
അതിന് CM തീരുമാനിച്ചാൽ പോരല്ലോ എന്ന് പ്രതിഭ പറയുന്നതും ഇപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ മതി. നിങ്ങളെപ്പോലെയുള്ളവരുടെ ഭീഷണിക്ക് മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി നിന്നിരുന്ന പഴയ കാലമുണ്ടല്ലോ, അതൊക്കെ പോയി പ്രതിഭാമേ. ഇപ്പോൾ ഞാൻ ശക്തനാണ്. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുന്നൊക്കെ കണ്ണയത്ത് പറയുന്നത് കേട്ട് പ്രതിഭ പറയുന്നുണ്ട്. വിവരദോഷം കൂടുമ്പോൾ അല്ലെങ്കിൽ അഹങ്കാരം കൂടുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നാവിൽ ജനിക്കുക. CM ഉപജാപം നടത്തി സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. പക്ഷേ ആ കഴിവ് പോരാതെ വരും. അപ്പുറത്ത് മല്ലികയും ഞാനും നിൽക്കുമ്പോൾ അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിഭ. അപ്പോൾ അത് കേട്ട് ശരിക്കും ഭയത്തോടെ നിൽക്കുന്ന കണ്ണയത്തിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ണയത്തിനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുകയും മല്ലികാമ ആ പദവി ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടെ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്